നെല്ലിക്കാരിഷ്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? അപ്പോൾ വെൽക്കം ടു മൈ വ്ളോഗ്. നമ്മൾ വീട്ടിലുണ്ടായ നെല്ലിക്ക തന്നെയാണ് നെല്ലിക്കാരിഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമെല്ലാം നന്നായി കളഞ്ഞ് നല്ല വൃത്തിയുള്ളൊരു തോർത്തോ തുണിയോ ഒക്കെ വെച്ച് നെല്ലിക്കയിലെ വെള്ളം എല്ലാം ഇതേപോലെ ഇങ്ങനെ തുടച്ച് മാറ്റി കളയുക. ഇനി കുറച്ച് പട്ട, അതായത് കറുവപ്പട്ട എടുക്കുക. അതിലേക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു പൊടി നമ്മൾക്ക് നെല്ലിക്കാഷ്ടത്തിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് വെല്ലം പൊടിച്ചതാണ്. പിന്നെ നമ്മൾ നേരത്തെ പട്ട ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചത്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു ഭരണി, പിന്നെ നമ്മളുടെ വെള്ളം കളഞ്ഞ് വൃത്തിയാക്കി വെച്ച നെല്ലിക്ക. ആദ്യം കുറച്ച് വെല്ലത്തിൻ്റെ പൊടി ഇടുക, നെല്ലിക്ക ഇടുക, വീണ്ടും വെല്ലത്തിൻ്റെ പൊടി ഇടുക, പിന്നെ കറുവപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുക്കുക, വീണ്ടും കുറേ നെല്ലിക്കകൾ ഇട്ട് കൊടുക്കുക, വീണ്ടും അതേപോലെ തന്നെ ആ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ. ഭരണി നന്നായിട്ട് വെള്ളം കളഞ്ഞ് ഉണക്കിയെടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു പരിപാടി ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിനകത്ത് കിടന്ന് പൂപ്പലടിച്ച് പോവും. പിന്നെ നെല്ലിക്കാരിഷ്ടത്തിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാലോ അല്ലേ? ബ്ലഡ് വയ്ക്കാൻ ഏറെ സഹായിക്കുന്നതാണ് നെല്ലിക്കാരിഷ്ടം. അപ്പം അത് വീട്ടിൽ തന്നെ നല്ല നെല്ലിക്ക കൊണ്ട് ഉണ്ടാക്കുന്നത് എത്ര ഗുണകരമാണ്. ഇനി ഇത് എല്ലാ സെറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് അടച്ചു വെക്കണം. ഇതൊരു 41 ദിവസം വരെ ഇരുട്ട് റൂമിൽ നമ്മൾ വെക്കണേ. ഒരു തുണിയെല്ലാം കെട്ടിയിട്ട് ഇതുപോലെ. ഇനി ഇത് അഴിക്കുമ്പോൾ അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.